ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ചാനലിൽ ഞാൻ പണ്ട് ഇട്ടിരുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ സ്റ്റോറി ഇപ്പോൾ ഞാൻ ഈ ചാനലിലും കൂടി ഇടുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ അമ്മേനെ ഇനി തൊട്ടു പോകരുത്. അമ്മയെ തല്ലാൻ കയ്യോങ്ങി അച്ഛൻ്റെ മുൻപിൽ കയറി നിന്ന് അവൻ പറഞ്ഞു. തൊട്ടാ നീ എന്തു ചെയ്യും? അയാൾ അവനോട് തട്ടിക്കയറാൻ തുടങ്ങി. തുടരുത് എന്നല്ലേ പറഞ്ഞേ? മോനെ ഹരി, വേണ്ടടാ. അമ്മ മകനെ പുറകിൽ നിന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഒന്ന് മിണ്ടാണ്ട് നിന്നേ. പറയടാ, നീ എന്തു ചെയ്യും? അയാൾ അവനെ പുറകോട്ട് തള്ളി. പുറകോട്ടാഞ്ഞ അവൻ അമ്മയെ തട്ടി നിന്നു. പുറകോട്ട് വീഴാൻ തുടങ്ങിയ അമ്മയെ അവൻ പെട്ടെന്ന് തിരിഞ്ഞ് പൊതിഞ്ഞു പിടിച്ചു. അമ്മയെ നേരെ നിർത്തി അവൻ അച്ഛൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. എന്താടാ? അയാൾ അവനെ തല്ലാൻ വന്നു. അതിനു മുൻപേ അവൻ അയാളുടെ മുഖം പിടിച്ച് പുറകോട്ട് തള്ളിയിരുന്നു. അയാൾ ചന്തി കുത്തി നിലത്തേക്ക് വീണു. നീ എന്നെ തല്ലിയല്ലേടാ? ഇപ്പോൾ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ട്രിൻ ട്രിൻ അലാറം സൗണ്ട് കേട്ട് ഞാൻ എഴുന്നേറ്റു. സൈഡിലെ ടേബിളിൽ നിന്ന് ചക്കെടുത്ത് വായിലേക്ക് കമഴ്ത്തി വെള്ളം കുടിച്ചു. നമസ്കാരം ചേട്ടന്മാരെ, ചേച്ചിമാരെ. ഞാൻ ഹരി. ഇപ്പോൾ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. സംഗതി ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ അഥവാ ബ്ലേഡ് ഗോപാലൻ എന്ന് പറയുന്ന തെണ്ടിക്ക് കാശ് കടം കൊടുക്കലാണ് മെയിൻ ബിസിനസ്. കൂടാതെ അല്ലറ ചില്ലറ പണി വേറെയുമുണ്ട്. ആൾ നല്ല ഒത്ത ഒരു പുരുഷനാണ്. കറുത്ത് തടിച്ച് നല്ല ആരോഗ്യമുള്ള ഒരാൾ. അതുകൊണ്ട് നാട്ടുകാർക്ക് മൂപ്പരെ പേടിയാണ്. മൂപ്പർ ഈ പെൺവിഷയത്തിൽ ഒരു ഭ്രാന്തനാണ്. എവിടെ തുണി കണ്ടാലും പിന്നാലെ പോണ സ്വഭാവം. അങ്ങനെ അച്ഛൻ തളത്തിൽ പറമ്പിൽ വിശ്വന്, അതായത് എൻ്റെ അമ്മച്ചൻ, മൂപ്പർക്ക് കാശ് കടം കൊടുത്തു. പാവം അമ്മച്ചൻ അത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ തെണ്ടി പറഞ്ഞു, മോളെ തന്ന പൈസ കടം ഒഴിവാക്കാമെന്ന്. അങ്ങനെ എൻ്റെ അമ്മയെ അയാൾ കെട്ടി. 1 കൊല്ലത്തിനു ശേഷം ഞാനുണ്ടായി. കല്യാണം കഴിയുമ്പോൾ അമ്മയ്ക്ക് 18ഉം അച്ഛന് 32ഉമാണ്. പാവം അമ്മ കുറേ അനുഭവിച്ചു. അമ്മയെപ്പറ്റി പറയുവാണെങ്കിൽ ഒരു പാവം, വായിൽ കൈയിട്ടാലും കടിക്കൂല. ഒരിരുനിറം, അത്യാവശ്യം തടി, പിന്നെ ഒരു ആവറേജ് ഉയരം. പേര് സുമ. ഞാനാണെങ്കിൽ അച്ഛനെ മുറിച്ചു വെച്ചതുപോലെയാണ്. പക്ഷേ സ്വഭാവം കുറച്ച് അമ്മേൻ്റെന്നും കുറച്ച് അച്ഛൻ്റെന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നന്മയും കുറച്ച് തിന്മയുമുള്ള ഒരു സാധാരണ ചെറുപ്പക്കാരൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ അമ്മയെ മടുത്തു. അയാൾ വേറെ പെണ്ണന്വേഷിച്ചു പോയി. അതിനുശേഷം ഞാനും അമ്മയും ഒരുമിച്ചാണ് കിടക്കാറ്. അയാൾ വേറെ മുറിയിലും. അയാളെപ്പറ്റി പലതും കേൾക്കാൻ തുടങ്ങി. പല സ്ത്രീകളുമായി ബന്ധം. അങ്ങനെ പലപ്പോഴും രാത്രിയിൽ അമ്മയുടെ കരച്ചിൽ കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് എന്നാലാകും വിധം ഞാൻ ആശ്വസിപ്പിക്കും. അപ്പോഴൊക്കെ എനിക്ക് അച്ഛനെ കൊല്ലാനുള്ള ദേഷ്യം വരുമായിരുന്നു. പല രാത്രികളിലും അയാൾ വെള്ളമടിച്ചു വന്ന് അമ്മയെ തല്ലും. പിടിച്ചു മാറ്റാൻ ചെല്ലുമ്പോൾ എനിക്കും കിട്ടും. എനിക്ക് 18 വയസ്സുള്ളപ്പോഴായിരുന്നു അവസാനമായി തല്ലിയത്. അന്നാണ് ഞങ്ങൾ അയാളെ അവസാനമായി കണ്ടത്. എന്താ നടന്നതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഞങ്ങൾ ദൂരെ ഒരു മലയുടെ അടിവാരത്ത് വീട് വെച്ച് താമസിക്കുന്നു. 3 വർഷമായി. 1 മിനിറ്റ്, സമയം എത്രയായി? ദൈവമേ, 5 മണി. സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ, പണിയുണ്ട്. വേഗം എഴുന്നേറ്റ് തൊഴുത്തിലേക്ക് പോയി. അപ്പോൾ അമ്മ അവിടെ ആടിനെ കറക്കുന്നുണ്ടായിരുന്നു. നീ എഴുന്നേറ്റോ? നീ പോയി പല്ല് തേച്ച് വാ. ഞാൻ അപ്പോഴേക്കും പാല് കുപ്പിയിലാക്കി വെക്കാം. ആയിക്കോട്ടെ. ഞാൻ വേഗം പോയി പല്ല് തേച്ച് കക്കൂസിൽ പോയി വന്നു. കുപ്പി വേഗം പോയി കൊടുത്തു വാ.
ആ പിന്നെ വരുമ്പോൾ കുറച്ച് പഞ്ചാര വാങ്ങിക്കോ, ഇവിടെ ഒരു പൊടിക്ക് പഞ്ചാരയില്ല. അമ്മ ഒരു കവറിൽ കുറച്ച് പാല് നിറച്ച കുപ്പികൾ തന്നു. ഞാൻ വേഗം എൻ്റെ ഒരു വണ്ടി എടുത്ത് കവറും വാങ്ങി വിട്ടു. ആ പറഞ്ഞില്ലല്ലോ, ഞങ്ങളിവിടെ വന്നപ്പോൾ അമ്മയുടെ കുറച്ച് സ്വർണം പണയം വെച്ച് കുറച്ച് സ്ഥലം വാങ്ങി ഒരു കൊച്ചു വീട് വെച്ചു. ഒരു ഉമ്മറം, ഒരു വരാന്ത, ഒരു മുറി, ഒരടുക്കള, ഒരു കുളിപ്പുര. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ആ സമയത്ത് പഞ്ചായത്തിൽ നിന്ന് സൗജന്യമായി ആടുകളെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കും കിട്ടി ഒരു ജോഡി. അതിപ്പോൾ 6ആയി. അതിൻ്റെ പാൽ കുറച്ച് ഞങ്ങളെടുത്ത് ബാക്കി അടുത്തുള്ള വീടുകളിൽ കൊടുക്കും. പിന്നെ ഞാനിവിടെ ഒരു ക്വാറിയിൽ പണിക്ക് പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി ജീവിച്ചു പോരുന്നു. പാലൊക്കെ കൊടുത്ത് പഞ്ചാരയും വാങ്ങി വീട്ടിലെത്തി കുളിച്ച് ചായയും കുടിച്ച് നേരെ പണിക്ക് വിട്ടു. പണിക്ക് ഞാൻ നടന്നാണ് പോകാറ്. ഭയങ്കര പണിയാണ്. അവിടെ പണിയെടുത്ത് എനിക്ക് 6 പാക്ക് വരെ വന്നു. വൈകിട്ട് പോകുമ്പോൾ കുറച്ച് മീനും വാങ്ങി വീട്ടിലേക്ക് വിട്ടു. അമ്മ വീട്ടുപടിയിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയെ പണിക്ക് വിടാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു വയസ്സായ അമ്മൂമ്മയും അപ്പൂപ്പനും താമസിക്കുന്നുണ്ട്. അവരെ നോക്കാൻ വേണ്ടി രാവിലെ പോവും. വലിയ കഷ്ടപ്പാടുള്ള പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പോകാൻ അനുവദിച്ചത്. അവരുടെ മക്കൾ അങ്ങ് ശ്രീലങ്കയിലാണ്. എനിക്ക് അമ്മ കഷ്ടപ്പെടുന്നത് കാണാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. മീൻ അമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ ചോറും കഴിച്ച് ഞാൻ അടുക്കളയിൽ പോയി അമ്മയോട് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അമ്മ അപ്പോൾ കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കിടക്കും. അമ്മ വീട്ടിൽ എപ്പോഴും ഒരു ബ്ലൗസും കൈലിയുമാണ് ഉടുക്കാറ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ സാരിയും. രാത്രി കിടക്കുമ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിക്കും, എന്നിട്ട് കിടന്നുറങ്ങും. പിറ്റേന്ന് എല്ലാം സാധാരണ പോലെ നടന്നു. ക്വാറിയിൽ നിന്ന് പണി കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. ഡാ ഹരി, നിന്റെ തള്ള കൊള്ളാലോ. എന്താ രസം. എല്ലാം ഇങ്ങനെ തള്ളി നിൽക്കുമല്ലേ, കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. പിന്നിൽ നിന്ന് ആരോ പറയുന്നത് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഡാ പ്രകാശ, വേണ്ട, വെറുതെ കള്ള് കുടിച്ച് എൻ്റെ അമ്മയെ പറയണ്ട. ക്വാറിയിൽ കൂടെ പണിയെടുക്കുന്ന പ്രകാശനാണത്. ഒന്ന് പോടാ ചെറുക്ക, ഞാൻ ഇനിയും പറയും, കിട്ടിയാൽ കൂടെ കിടത്തുകയും ചെയ്യും. എന്തു പറഞ്ഞടാ നായേ. ഞാൻ അവനെ തല്ലാൻ ചെന്നു. എന്നെക്കാളും തടി അവനുണ്ടായിരുന്നു. ഞാൻ ഓടിപ്പോയി അവൻ്റെ നെഞ്ചിൽ ചവിട്ടി. അവൻ നിലത്തേക്ക് തെറിച്ചു വീണു. അപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് എന്നെ തല്ലാൻ വന്നു. ഒരുത്തൻ ഇടത്തെ ഭാഗത്ത് നിന്ന് വന്ന് എൻ്റെ മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി ഇടിക്കാൻ നോക്കി. ഞാൻ അവൻ്റെ കൈ പിടിച്ച് പിറകോട്ട് തിരിച്ച് കാൽമുട്ടുകൊണ്ട് അവൻ്റെ നടുപ്പുറത്തൊന്ന് കൊടുത്തു. അവൻ നിലത്തേക്ക് വീണു. രണ്ടാമത്തവൻ എൻ്റെ നേരെ ചവിട്ടാൻ വന്നു. അവൻ്റെ കാല് പിടിച്ച് വലിച്ച് ഞാൻ അവൻ്റെ മർമ്മത്തിൽ ഒരു ചവിട്ട് കൊടുത്തു. അവൻ താഴേക്ക് വീണു. പിറകിൽ നിന്നുള്ള ഒരു ചവിട്ടിൽ ഞാൻ തെറിച്ചു വീണു. തിരിഞ്ഞു നോക്കിയപ്പോൾ പ്രകാശനാണ്. അവൻ ഓടി വന്ന് താഴെ കിടക്കുന്ന എൻ്റെ നെഞ്ചിൽ 4 ചവിട്ട് ചവിട്ടി. ഞാൻ അവൻ്റെ കാല് പിടിച്ച് പിന്നോട്ട് തള്ളി. അവൻ പിന്നോട്ടാഞ്ഞു. ആ തക്കത്തിന് ഞാൻ എഴുന്നേറ്റു. അവൻ കൈ വീശി എന്നെ തല്ലാൻ വന്നു. ഞാനൊരു കൈ കൊണ്ട് അവൻ്റെ കൈ പിടിച്ച് വെച്ച് മൂക്കിനൊരു ഇടി കൊടുത്തു. അവൻ മൂക്ക് പൊത്തിക്കൊണ്ട് എന്നെ നോക്കി. ഞാൻ അവൻ്റെ കാൽമുട്ട് നോക്കി ഒരു ചവിട്ട് കൊടുത്തു. അവൻ മുട്ടുകുത്തി നിലത്തേക്ക് വീണു. ഞാൻ അവൻ്റെ മുഖം ഫുട്ബോൾ അടിക്കും പോലെ ഇടംകാല് കൊണ്ടടിച്ചു. അവൻ്റെ ബോധം പോയി നിലത്തേക്ക് മറഞ്ഞു. അപ്പോഴും എൻ്റെ ദേഷ്യം തീർന്നിരുന്നില്ല. കല്ല് പൊട്ടിക്കുന്ന കുടമെടുത്ത് ഞാൻ അവനെ തല്ലാൻ പോയി. അപ്പോഴേക്കും ശബ്ദം കേട്ട് വന്ന് നാട്ടുകാരെന്നെ പിടിച്ചു വെച്ചു. ഡാ പ്രകാശ, ഇനി നീ എൻ്റെ അമ്മയെപ്പറ്റി വേണ്ടാതീനം പറഞ്ഞാൽ കുത്തി നുറുക്കി പട്ടിക്കിട്ട് കൊടുക്കും.
കേട്ടോടാ നായിൻ്റെ മോനെ. അവന് നേരെ വിരൽ ചൂടി ഞാൻ നല്ല ഉറക്കെ പറഞ്ഞു. ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു. അവനെ ആരൊക്കെയോ ചേർന്ന് എടുത്തുകൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ എന്നെ കണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഏന്തി വലിഞ്ഞ് എന്നെ മുഖമൊട്ടാകെ ഉമ്മകൾ കൊണ്ട് മൂടി. എന്നിൽ നിന്ന് അടർന്ന് അമ്മ എന്നെ ദേഹമാകെ പരിശോധിക്കാൻ തുടങ്ങി. മോനെ ഹരി, നിനക്ക് എന്തെങ്കിലും പറ്റിയോടാ? എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ആരാ പടക്കം പൊട്ടിച്ചേ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. നീ വാ, വന്ന് കുളിക്ക്, ഞാൻ വെള്ളം ചൂടാക്കി തരാം. കുളിച്ചു കഴിഞ്ഞ് അമ്മ മരുന്ന് പുരട്ടിത്തരാം. അമ്മ എന്നെ വലിച്ചുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് നടന്നു. ഞാനൊരു തോർത്തുമുണ്ടെടുത്ത് കുളിമുറിയിൽ പോയി കുളിച്ചു വന്നു. കുളിച്ച് ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് അമ്മ എൻ്റെ ദേഹമാകെ പരിശോധിച്ചു. നെഞ്ചിൽ ചവിട്ടുകൊണ്ട് ചെറുതായി കല്ലിച്ചിട്ടുണ്ട്. അത് കണ്ട് അമ്മ എന്നെ കണ്ണ് നിറച്ചുകൊണ്ട് നോക്കി. എന്തിനാ മോനെ നീ തല്ലുണ്ടാക്കാൻ പോയേ? നീ പോയാൽ പിന്നെ എനിക്ക് ആരാടാ? പിന്നെ എൻ്റെ അമ്മയെപ്പറ്റി അനാവശ്യം പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ? കൊല്ലാൻ പോയതാ പന്നിയെ ഞാൻ. ആൾക്കാർ പിടിച്ചു വെച്ചത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എൻ്റെ അമ്മയെപ്പറ്റി വേണ്ടാതീനം പറഞ്ഞ ഇനിയും തല്ലും, അതാരായാലും. ഞാനത് പറഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ തിരിച്ചെന്നെയും. പിന്നെ എന്നെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി നെഞ്ചിൽ എന്തോ തൈലമൊക്കെ തേച്ച് തന്നു. പിന്നെ എന്നെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ സമ്മതിച്ചില്ല. എനിക്ക് പിന്നെ അടികിട്ടിയ വേദന ശരീരം മുഴുവൻ ഉള്ളതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. രാത്രി ചോറ് അമ്മ വാരിത്തന്നു. കിടക്കാൻ നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കുറേ സങ്കടം പറഞ്ഞു. അവസാനം എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ഞാൻ അമ്മയെ ഉറക്കി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും വേദനയൊക്കെ മാറി. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുന്നത് കണ്ട് അമ്മ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. വേദനയൊക്കെ പോയി അമ്മേ, ഇപ്പോൾ ഒന്നുമില്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തി ദിനചര്യയിലേക്ക് ശ്രദ്ധ തിരിച്ചു. രാവിലെ കോറിയിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് പ്രകാശൻ ആശുപത്രിയിലാണെന്ന്. അവൻ്റെ കൈയും കഴുത്തും ഒടിഞ്ഞെന്ന്. ഇനി കുറേ നാളത്തേക്ക് അവൻ്റെ ശല്യം ഉണ്ടാകില്ല. പണിക്കാർ മുഴുവൻ വന്നെന്നെ അഭിനന്ദിച്ചു. എന്തിനേറെ പറയുന്നു, കോറി മുതലാളി വരെ എൻ്റെ തോളത്ത് തട്ടി നന്നായടാ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ നേരത്താണ് ഒരു അതിഥി എന്നെ കാണാൻ വന്നത്. ഹരി, നീ ചെയ്തതൊരു വലിയ കാര്യമാണ്. എത്ര ആൾക്കാരാണെന്നോ അവൻ്റെ ശല്യം കാരണം ബുദ്ധിമുട്ടുന്നത്. എൻ്റെ പൊന്നു തുളസി ചേച്ചി, അതിവിടെ ആമ്പിള്ളേരില്ലാഞ്ഞിട്ടാ. ഒരു 4 എണ്ണം അറിഞ്ഞു പൊട്ടിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ഇപ്പോൾ നീ ഉണ്ടല്ലോ ഒരൊത്ത ആണ്. അവർ ഒന്ന് വശ്യമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെയും കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടവൻ. എന്തായാലും നിനക്കൊരു വിരുന്ന് ഞാൻ തരുന്നുണ്ട്. ഒരു ദിവസം വീട്ടിലേക്ക് വായോ, നല്ല ചോറും മീൻകറിയും വെച്ച് തരാം. അല്ല ചേച്ചി, ഇത്രയും ചെയ്തിട്ട് ചോറ് മാത്രമേ ഉള്ളൂ? ഞാൻ അർത്ഥം വെച്ച് ചോദിച്ചു. നീ ആള് കൊള്ളാലോടാ. എന്തായാലും നീ ഒരു ദിവസം വാ. അവർ അതും പറഞ്ഞ് എൻ്റെ കൈ തലോടി. എന്നിട്ട് അവരുടെ കുടം കുലുക്കി തിരിഞ്ഞു നടന്നു. ഇതിപ്പോൾ ആരാണപ്പാ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇതാണ് തുളസി ചേച്ചി. കോറിയിൽ പണിയെടുക്കുന്നതാ. ആളൊരു പൊട്ടാസാ. ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ചു പോയി. മക്കളില്ല. അധികം പ്രായമൊന്നുമില്ല. ഏറിപ്പോയാൽ ഒരു 35-40. നല്ല ഒത്ത തടി. തലയും വാലുമെല്ലാം നന്നായി തള്ളി നിൽക്കും. ഒരു കൈലിമുണ്ടും ബ്ലൗസുമാണ് വേഷം. പിന്നെ മാറുമറയ്ക്കാൻ ഒരു തോർത്തും. ആ തോർത്തിനെ അപമാനിക്കാൻ അല്ലാതെ എന്താ പറയുക? ഇറക്കി വെട്ടിയ ബ്ലൗസ്. അങ്ങനെയുള്ള ചേച്ചിയാണ് എന്നെ വിരുന്നിന് വിളിച്ചത്. വിരുന്നെന്ന് ചുമ്മാ പേരിന്. സംഭവം അത് തന്നെ. എന്തായാലും വൈകിപ്പിക്കണ്ട, ഇന്ന് തന്നെ പോകാം. വൈകുന്നേരം പണി കഴിഞ്ഞ് വീട്ടിലെത്തി. മുറിയിൽ കയറിയപ്പോൾ അമ്മ എൻ്റെ ബെർമൂഡ കയ്യിൽ പിടിച്ച് നിൽക്കുന്നു. അമ്മ എന്താ ചെയ്യുന്നേ? പെട്ടെന്ന് എന്നെ കണ്ട് അമ്മയൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി.
ആ നീയോ? എപ്പോൾ എത്തി? ഞാൻ നിന്റെ തുണികൾ മടക്കി വയ്ക്കുമായിരുന്നു. ആ, ഞാൻ വേഗം കുളിമുറിയിൽ പോയി കുളിച്ച് വന്ന് ഒരു ചായയും കുടിച്ചു. അമ്മേ, ഞാനേ ഒരിടം വരെ പോവുക, വരാൻ ചിലപ്പോൾ വൈകും. മുറിയിൽ പോയി ഒരു ഷർട്ടും മുണ്ടും ധരിച്ച് പുറത്തിറങ്ങി ഞാൻ പറഞ്ഞു. എങ്ങോട്ടാടാ? ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാ, ഇന്ന് അവൻ്റെ പിറന്നാളാ. ആ, സൂക്ഷിച്ചു പോണേ. ഞാൻ വീട്ടിൽ നിന്ന് സൈക്കിളെടുത്തിറങ്ങി. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമുണ്ട് ചേച്ചിയുടെ വീട്ടിലേക്ക്. ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം ഏതാണ്ട് 7:30 കാണും. ഞാൻ വീടിൻ്റെ മുൻപിൽ സൈക്കിൾ നിർത്തി ചുറ്റും നോക്കി. നല്ല ഇരുട്ടായിരുന്നു. അടുത്തൊന്നും വേറെ വീടുകളില്ല. ചുറ്റും മരങ്ങൾ കാട് പോലെ വളർന്നിരിക്കുന്നു. എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പോണേ. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ച് ഞാൻ വീടിൻ്റെ ഉമ്മറത്തേക്ക് കയറി. ഒരു ബൾബ് കത്തി നിൽക്കുന്നത് കൊണ്ട് കുറച്ച് വെളിച്ചമുണ്ട് ഉമ്മറത്ത്. ഞാൻ വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് ചേച്ചി എന്നെ ഒന്ന് നോക്കി. എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. വാ, കയറി വാ. ഞാൻ ഒന്നുകൂടെ ചുറ്റും നോക്കി, പിന്നെ അകത്തേക്ക് കയറി. ചേച്ചി ആ ആനച്ചരിവ മാട്ടി മുന്നിൽ നടക്കുന്നുണ്ട്. നിലത്തൊരു പായ വിരിച്ച് ചേച്ചി എന്നോട് അതിലിരിക്കാൻ പറഞ്ഞു. ഞാനിരുന്നപ്പോൾ ചേച്ചി അടുക്കളയിൽ പോയി ഒരു പ്ലേറ്റ് ചോറും ഒരു ചട്ടിയും എടുത്തു കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ചു. ചട്ടിയിൽ നല്ല തേങ്ങ അരച്ചിട്ട അയലക്കറിയായിരുന്നു. ചേച്ചി ചട്ടിയിൽ നിന്ന് കുറച്ച് ചാറും ഒരു മീൻ കഷ്ണവും പ്ലേറ്റിലേക്ക് വെച്ചു. എന്താ നോക്കിയിരിക്കുന്നേ? കഴിക്ക്. ഞാൻ ചേച്ചിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഇത്രയും നേരം. ഒരു ചുവന്ന ബ്ലൗസും വെള്ള മുണ്ടും മാത്രം ഉടുത്ത് ഇരിക്കുന്ന ചേച്ചി. ചേച്ചിയുടെ അത്യാവശ്യം വെളുപ്പുള്ള ശരീരത്തെ ആ വസ്ത്രം എടുത്ത് കാണിക്കുന്നു. ആ ഇറക്കി വെട്ടിയ ബ്ലൗസുമെല്ലാം എന്നെ ഒരു സ്വപ്നലോകത്തെത്തിച്ചു. ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് തന്നെ ചോറ് വാരി കഴിക്കാൻ തുടങ്ങി. എൻ്റെ ചുണ്ടിൽ തങ്ങി നിന്ന ഒരു വറ്റ് ചോറ് ചേച്ചി നുള്ളിയെടുത്ത് എന്നിട്ടത് തിന്നു. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ടാണ് ചേച്ചി അത് ചെയ്തത്. ഇതെല്ലാം കണ്ട് എനിക്ക് വാവടുത്ത കാളയുടെ അവസ്ഥയായി. ഞാൻ എങ്ങനെയൊക്കെയോ ചോറുണ്ട് തീർത്ത് കൈ കഴുകി വന്നു. ചേച്ചി എനിക്കൊരു തോർത്തെടുത്ത് തന്നു. ഞാൻ അതിൽ കൈയും മുഖവും തുടച്ചു ചേച്ചിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ചേച്ചി അതൊരു വശത്തേക്ക് വലിച്ചിട്ടു. ഞങ്ങൾ കുറച്ചു നേരം കണ്ണിൽ നോക്കി നിന്നു. ചേച്ചി എൻ്റെ കൈ പിടിച്ച് അവരുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നെ പിടിച്ച് കട്ടിലിരുത്തി ചേച്ചി എൻ്റെ ഒരു വശത്തായിരുന്നു. എന്ത് ചെയ്യണം എന്നൊരു പിടിയുമില്ലാതെ ഞാൻ ചേച്ചിയെ നോക്കിയിരുന്നു. ഇനിയും ഇങ്ങനെ ഇരുന്നാൽ എനിക്ക് നാണക്കേടാ എന്ന് മനസ്സിലാക്കി ഞാൻ സകല തുണ്ടുപടം സംവിധായകരെയും മനസ്സിൽ ധ്യാനിച്ചു തുടങ്ങി. ചേച്ചി, ഞാൻ ചേച്ചി ഒന്ന് തൊട്ടോട്ടെ? ശബ്ദം വിറയ്ക്കാതെ ഞാൻ പറഞ്ഞൊപ്പിച്ചു. ചേച്ചി മൂളി സമ്മതം അറിയിച്ചപ്പോൾ ഞാൻ വലത്തെ കൈ പൊന്തിച്ച് ചേച്ചിയുടെ നെറ്റിയിൽ ചൂണ്ടുവിരൽ കൊണ്ട് തൊട്ടു. ഒന്ന് തൊട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. പുലർച്ചെ ചേച്ചിയോട് യാത്ര പറഞ്ഞ് ഞാൻ വേഗം വീട്ടിലേക്ക് വിട്ടു. ഇനിയും വരണമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി എന്നെ വിട്ടത്. എന്നെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് സാരം. പക്ഷേ എനിക്കിത് വെറും ഒരു അനുഭവത്തിന് വേണ്ടി മാത്രമായിരുന്നു. വീണ്ടും ഇങ്ങോട്ട് വരണമെന്ന ചിന്ത എൻ്റെ മനസ്സിലേ ഇല്ലായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ ആടിനെ കറക്കുകയായിരുന്നു. അമ്മ ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? ആ, നീ വന്നോ? നീ ഇല്ലാത്തത് കൊണ്ട് ഉറക്കം ശരിയായില്ല. ആ, എന്നാ ഇപ്പോൾ ശരിയാക്കി തരാം. ഞാൻ അമ്മേനെ എടുത്ത് 2 കൈകളിലുമാക്കി പൊക്കി വീടിനകത്തേക്ക് നടന്നു. ആ, വിടടാ, നീ ഇതെന്താ കാണിക്കുന്നേ? ഞാൻ അമ്മയെ നോക്കി ചിരിച്ചു. മുറിയിൽ കയറി അമ്മയെ കട്ടിലിട്ട് ഞാൻ അമ്മയുടെ കൂടെ കിടന്നു. എടാ, അവിടെ പാലൊക്കെ കിടക്കുന്നുണ്ട്, നീ കളിക്കല്ലേ.
പാലൊക്കെ അവിടെ തന്നെ കാണും, അമ്മ കിടന്നേ. ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ച് എൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. ആദ്യം കുറച്ച് ഞെരിപിരി കൊണ്ട അമ്മ പിന്നെ എന്നെ തിരിച്ച് കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തലവെച്ച് കിടന്നു. തുളസി ചേച്ചിയുമായി നടന്ന യുദ്ധത്തിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റേ. അമ്മ എപ്പോൾ എഴുന്നേറ്റ്? മുഖത്ത് വെയിലടിച്ചപ്പോൾ നിന്നെ നോക്കിയപ്പോൾ നല്ല ഉറക്കം, അതുകൊണ്ട് വിളിച്ചില്ല. നീ വേഗം എഴുന്നേറ്റേ, പണിക്ക് പോണ്ടേ? ഞാൻ വേഗം എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങൾ കഴിച്ച് കോറിയിൽ പോയി. പണി കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് കോഴിയിറച്ചി വാങ്ങി. അമ്മ രാത്രി തന്നെ അതിനെ കറി വെച്ചു. എന്നത്തെയും പോലെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നു. രാത്രി ഞാൻ തുളസി ചേച്ചിയെ സ്വപ്നം കണ്ടു. പെട്ടെന്ന് ചേച്ചിയുടെ മുഖത്തിന് പകരം അവിടെ അമ്മയുടെ മുഖം പ്രത്യക്ഷമായി. ഞാൻ ഞെട്ടി കണ്ണു തുറന്നു. അപ്പോൾ ഉറക്കത്തിൽ എന്തൊക്കെയാ സംഭവിച്ചേ? ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. ഞാൻ വേഗം അമ്മയെ വിട്ട് തിരിഞ്ഞു കിടന്നു. സുമ എന്നെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്താ ചെയ്യേണ്ടതെന്നൊരു ഊഹവുമില്ലാതെയായി. ഞാൻ അനങ്ങാതെ കിടന്നു. പിറ്റേന്ന് രാത്രിയും ഇതുതന്നെ അവസ്ഥ. സുമയെ വിഷമിപ്പിക്കാതെ ഇരിക്കാൻ ഞാൻ മാറിക്കിടന്നില്ല. 2-3 രാത്രികൾ ഇത് തുടർന്നപ്പോൾ എനിക്ക് പേടിയായി. ഇതിനിടെ അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേട് എനിക്ക് അനുഭവപ്പെട്ടു. കഴുത്തിറക്കി വെട്ടിയ ബ്ലൗസ് ഇടുക, മുറ്റമടിക്കാൻ നേരം പരമാവധി കുനിഞ്ഞ് മുറ്റമടിക്കുക, കുടം കുലുക്കി നടക്കുക, എപ്പോഴും എന്നെ തൊട്ടുരുമ്മി നിൽക്കുക, അങ്ങനെ. ഇതെല്ലാം എൻ്റെ തോന്നലാണെന്ന് വിചാരിച്ച് ഞാൻ അതിനെ വിട്ടുകളഞ്ഞു. പല രാത്രികൾ അങ്ങനെ തുടർന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്ന് മനസ്സിലായി. ഞാനൊരു പ്രാവശ്യം കൂടെ തുളസി ചേച്ചിയുടെ അടുത്ത് പോകാൻ തീരുമാനിച്ചു. രാത്രി പണി കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ കുനിഞ്ഞപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഇനി നീ തുളസിയുടെ അടുത്തേക്ക് പോണ്ട. അമ്മ അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ച് അമ്മയെ നോക്കി. എനിക്കെങ്ങനെ മനസ്സിലായി എന്നല്ലേ? ഒരു പെണ്ണിന് മറ്റൊരു പെണ്ണിൻ്റെ മണം മനസ്സിലാക്കാൻ കഴിയും. നീ ഇപ്പോൾ എന്തിനാ അവളുടെ അടുത്ത് പോണേ? വീണ്ടും ഞാൻ ഞെട്ടി. നീ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. സുമ എന്നെ പിടിച്ച് വലിച്ച് ഒരു കസേരയിൽ കൊണ്ടിരുത്തി എൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു. ഞാൻ സുമയെ തന്നെ തുറിച്ചു നോക്കിയിരുന്നു. എൻ്റെ കവിൾ കൈക്കുമ്പിളിലാക്കി സുമ എൻ്റെ കണ്ണിലേക്ക് നോക്കി. നിന്റെ അച്ഛൻ എന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഒരിത്തിരി സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരുന്ന എനിക്ക് നീ നമ്മൾ ഇവിടേക്ക് മാറിയത് മുതൽ സ്നേഹം വാരിക്കോരി തന്നു. എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം എനിക്കെൻ്റെ മകനിൽ നിന്ന് കിട്ടി. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഞാൻ നിൻ്റെ ഭാര്യ ആയിരുന്നെങ്കിലെന്ന്. നിൻ്റെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ, നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ എല്ലാം എൻ്റെ ഉള്ളിൽ എന്തോ ഒരു തരം സുഖമുള്ള ഒരു അനുഭൂതി വന്ന് നിറയും. ഒരു സുരക്ഷിതത്വം. എൻ്റെ അച്ഛനിൽ നിന്ന് പോലും എനിക്ക് അനുഭവപ്പെടാത്ത സുരക്ഷിതത്വം. രാത്രി നീ സ്വബോധത്തിലല്ലായിരുന്നു എന്നെനിക്കറിയാം. ഇതാ ഇപ്പോൾ നിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം എന്നാ തോന്നുന്നേ. അങ്ങനെയുള്ളപ്പോൾ നിന്നെ വേറൊരുത്തിയുടെ കൂടെ വിടാൻ എനിക്ക് കഴിയുമോ? നിൻ്റെ കല്യാണക്കാര്യം വരെ ആലോചിക്കാൻ എനിക്ക് പേടിയാണ്. അറിയാം, ഞാൻ വിചാരിക്കുന്നതെല്ലാം ഈ സമൂഹത്തിന് നിരക്കാത്തതാണെന്ന്. പക്ഷെ ഈ പറയുന്ന സമൂഹം നമുക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളേ? എനിക്ക് വേണമെടാ നിന്നെ, വിട്ടുകൊടുക്കാൻ വയ്യ, അത്രയ്ക്കിഷ്ട. അമ്മ എൻ്റെ കാൽമുട്ടിൽ തല ഊന്നി കരയാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരെത്തും പിടിയുമില്ലാത്ത അവസ്ഥ. കുറച്ചു നേരം ഞാൻ അമ്മയുടെ തലയിൽ തലോടി. അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി കൊതിച്ച അമ്മയുടെ മുമ്പിൽ ഞാനൊരു കൂമ്പാരം കണക്കെ സ്നേഹം വാരി വിതറി. അപ്പോൾ സ്വാഭാവികമായും അമ്മയ്ക്ക് എന്നോടൊരു ഇഷ്ടം തോന്നാം. പിന്നെ എനിക്ക് അമ്മയോട്. ഏതൊരു മകൻ്റെയും ആദ്യ പ്രണയം അവൻ്റെ അമ്മയാണ്. അതുപോലെ തന്നെയായിരുന്നു എനിക്കും.
പിന്നെ അത് ഈ സമൂഹം എതിർക്കും, പിന്നെ അമ്മയ്ക്ക് എന്നോട് അങ്ങനെ ഒന്നുമില്ലായിരിക്കും എന്ന ചിന്ത എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. അമ്മയെപ്പോലെ ഒരു കുട്ടിയെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്നത്. അപ്പോൾ അമ്മയെ തന്നെ സ്വന്തമായി കിട്ടിയാൽ വേണ്ട എന്ന് പറയാൻ ഞാനൊരു മണ്ടനായിരിക്കണം. ഞാൻ അമ്മയുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അമ്മ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ? ഞാൻ സ്വരം കനപ്പിച്ച് ചോദിച്ചു. അമ്മ അതിന് അതെ എന്ന രീതിയിൽ തലയാട്ടി. എന്നിട്ടെന്തേ എന്നോട് മുമ്പേ പറഞ്ഞില്ല? പേടിച്ചിട്ടാ? നീ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. എനിക്കും ഇതുപോലെ തന്നെ ഉണ്ടെന്നറിഞ്ഞാൽ എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം? അമ്മ ആദ്യം എന്നെ സംശയത്തോടെ നോക്കി. പിന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി വിടരാൻ തുടങ്ങി. അതൊരു നിറപുഞ്ചിരിയിലേക്ക് വഴിമാറി. ഞാനും അമ്മയുടെ കൂടെ ചിരിച്ചു. അമ്മ എൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് നോക്കി നിന്നു. പെട്ടെന്ന് കരണ്ട് പോയി. ചില കാര്യങ്ങൾ സംഭവിച്ചു. കരണ്ട് വന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കി കിടക്കുകയാണ് സുമ. സുമേ, സുമേനെ ഞാൻ കല്യാണം കഴിക്കട്ടെ? സുമയ്ക്ക് എൻ്റെ ഭാര്യ ആവാൻ സമ്മതമാണോ? എൻ്റെ കുട്ടികളുടെ അമ്മയാവാൻ? അമ്മ തലപൊക്കി എന്നെ നോക്കി. അപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മ അതെ എന്ന രീതിയിൽ തലയാട്ടി. എൻ്റെ മുഖമൊട്ടാകെ ഉമ്മകൾ കൊണ്ട് മൂടി അമ്മയുടെ സന്തോഷം അറിയിച്ചു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ നാളായിരുന്നു. രാവിലെ തന്നെ പോയി ഒരു താലി വാങ്ങി പൊട്ടംകുന്നിൽ വെച്ച് അവിടെയുള്ളൊരു ദേവിയുടെ വിഗ്രഹത്തിന് മുൻപിൽ വെച്ച് സുമയെ ഞാൻ എല്ലാ രീതിയിലും എൻ്റേതാക്കി. പിന്നീട് ഞങ്ങളുടെ നാളുകളായിരുന്നു. നാളുകൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾക്ക് ഒരു മോളുണ്ട്, ഹരിതാഹരി. ഞങ്ങളുടെ പൊന്നോമന, എൻ്റെയും എൻ്റെ സുമയുടെയും സ്നേഹത്തിൻ്റെ പ്രതീകം. ചേട്ടാ, മോള് പാല് കുടിക്കുന്നില്ല, എനിക്ക് വേദന എടുക്കുന്നു. ഇവിടെ ഞാനുള്ളപ്പോഴോ? ദാ എത്തിപ്പോയി. അപ്പോൾ ഞാൻ പോട്ടെ ചേട്ടന്മാരെ, എൻ്റെ ഭാര്യ എന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഈ സ്റ്റോറി? എല്ലാവർക്കും ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പതിവ് പോലെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ സ്റ്റോറീസൊക്കെ ഇടാനായിട്ട് നമുക്കൊരിതൊരു പ്രചോദനം ആവുള്ളൂ. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.